എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ 2 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, മെഴുക്ക് പുരട്ടിയും ഓലനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ അടുപ്പിൽ വെച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, പച്ചക്കറികളൊക്കെ. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അരിഞ്ഞു വെച്ച പയർ, അരിഞ്ഞു വെച്ച കായും ചേനയും നമ്മൾ വെള്ളത്തിൽ തന്നെ അരിഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ കറയിളകാനും പിന്നെ കറുത്ത് പോവാതിരിക്കാനും. അപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ച്, നമ്മൾ ഈ മെഴുക്ക് പുരട്ടിക്ക് അരിയുമ്പം എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഒരേ സൈസിൽ തന്നെ അരിയണം. ഇവിടെ ഇപ്പം ഞാൻ പയറിൻ്റെ അതേ സൈസിൽ തന്നെയാണ് കായും ചേനയും അരിഞ്ഞിട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ശകലം വെള്ളവും ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ ചേനയും കായൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് വേണ്ട, 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്, കാരണം ഇപ്പം നമ്മൾ ചേനയും കായൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടായിരുന്ന, പിന്നെ പയറിലും അത്യാവശ്യം വെള്ളമുണ്ട്, അതൊക്കെ കൂടെ മെഴുക്ക് പുരട്ടി ചെറുതീയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതീയിൽ ആക്കി വെക്കാം. പിന്നെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കണം, വളരെ കുറച്ച്. എളുപ്പത്തിലായി വരുന്നൊരു ഇതാണ് മെഴുക്ക് പുരട്ടി. അപ്പോൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. വെന്ത് കഴിഞ്ഞു. ഇനി അതിലെ വെള്ളമൊക്കെ വറ്റി വെന്ത് കഴിഞ്ഞു. ഇനി അതൊന്ന് കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടി ആ പാത്രത്തിൽ തന്നെ നിരത്തി അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ പണ്ടൊക്കെ ദോശക്കല്ലിൽ വെച്ചിട്ട് കനലടുപ്പിൽ നമ്മളെല്ലാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുപ്പിൻ്റെ മേലെയുള്ള കനൽ, ആ ചൂടിൽ ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തി വെക്കുമായിരുന്നു കായൊക്കെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാൽ. പണ്ട് വളരെ കാലം, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അച്ചമ്മയൊക്കെ. അപ്പോൾ ഇനി ഓലനുള്ള കറികൾ, ഓലനുള്ള കഷ്ണങ്ങളാണ്. അതിനൊരു കല്ലുമരുവി അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഉരുളക്കിഴങ്ങും കായും കൂടെ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്ത്. ഇതെല്ലാം സ്ലൈസായിട്ടാണ് അരിയേണ്ടത്. ഒരു നേർത്ത ഇതായിട്ടാണ്. പയറ് മാത്രം ഇതുപോലെ ഇരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഒരുപോലെ. കറിയിലെ കഷ്ണങ്ങൾ നമ്മൾ മിക്കവാറും ഓരോ കറിയിലും ഓരോ വ്യത്യസ്ത രീതിയിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ പച്ചക്കറികൾ ഒരുപോലെ ആയിരിക്കണം ചെയ്യുന്നത്. അപ്പം നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് അരിയുമ്പോൾ ആ ഒരു സൈസിൽ ചെയ്തു. ഇനി ഓലനെ ചെയ്യുന്നത് കുറച്ച് സ്ലൈസ് ചെയ്തിട്ടാണ് ഓലൻ്റെ പച്ചക്കറികൾ അരിയുന്നത്, നേർത്ത സ്ലൈസ് ആക്കിയിട്ട്. അപ്പം കായും ഉരുളക്കിഴങ്ങും അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പയറിട്ട് കൊടുത്തു. കണ്ടില്ലേ, ഈ ഒരു സൈസിലായിരിക്കണം ഓലൻ്റെ കഷ്ണങ്ങൾ അരിയുന്നത്. എല്ലാ കായ് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ. പിന്നെ കുമ്പളങ്ങയും ഇതുപോലെ നേർത്ത സൈസായിട്ടാണ്. കുമ്പളങ്ങ പച്ചടിക്ക് അരിയുന്നത് ഒരു തരത്തിലാണ്. ഓലൻ അരിയുന്നത് ഇതാ കണ്ടില്ലേ, ഓലന് ഇതുപോലെയാണ് സ്ലൈസ് ചെയ്താണ് ഇടുന്നത്. മറ്റേത് ഞാൻ അവിയലിന് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അവിയൽ ഉണ്ടാക്കുന്നത് അടുത്ത ദിവസം കാണിക്കാം. അവിയലും ഞാൻ ഒന്നിച്ചാണ് ഇതെല്ലാം. കുമ്പളങ്ങയൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ചീത്തയായിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുമ്പളങ്ങ അരിഞ്ഞിട്ട് വെക്കണം. അന്നത്തെ ദിവസം തന്നെ മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഓലൻ, പച്ചടി, പിന്നെ അവിയൽ ഒക്കെ കുമ്പളങ്ങ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നിച്ച് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഇളക്കി കൊടുത്തതാണ്. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കൂടുതൽ മൂത്ത് പോവുകയും മറ്റേ ഭാഗം അതുപോലെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഉരുളക്കിഴങ്ങ്, കായ, പയർ, വഴുതന, കുമ്പളങ്ങ, അത്രയും സാധനങ്ങളാണ് ഓലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ശകലം, കല്ലുമരവിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റിപ്പോവും. അത് കാരണം കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ കുമ്പളങ്ങയിലൊക്കെ ഉള്ള വെള്ളത്തിൽ തന്നെ ആവുന്നതായിരിക്കും നല്ലത്. പക്ഷേ കല്ലുമരവി ആവുമ്പം നല്ല ചൂടുള്ള ഇതാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റും, തിളക്കും, ചൂട് നിൽക്കും. അതുകൊണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം കണ്ടില്ലേ, ഇപ്പം തന്നെ തിളച്ച് വന്നു അത്. ഇനി അത് ചെറു തീയിലാക്കിയിട്ട് അവിടെ വച്ചേക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകാവുന്നവരെ കഷ്ണങ്ങളൊക്കെ വെന്ത്. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ പാകമായി കഴിഞ്ഞു. ഇനി
അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി വന്നു. ആ ഇതായതുകൊണ്ടാണ്, കല്ലുമരവി ആയതുകൊണ്ട് ആ ചൂട് അതുപോലെ നിൽക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ അതിലേക്ക് തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റുള്ളൊരു വിഭവമാണ് ഓലൻ. നമ്മുടെ ഒരു സമീകൃതമായിട്ട്, സദ്യയിൽ ഒരു സമീകൃതമായി നിൽക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ സദ്യ വളരെ പോഷകാഹാരപ്രദവും ഒന്നിനോടൊന്ന് ഒരു പാകപ്പെട്ട് കിടക്കും. കണ്ടില്ലേ, ഇപ്പോൾ തീ ഓഫാക്കിയിട്ട് ഇനി തീ തിളക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ തീ ഓഫാക്കി കഴിഞ്ഞു, ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ കല്ലുമരവിയുടെ ചൂട് കൊണ്ട് അത് തിളച്ചുകൊണ്ടിരിക്കും കുറച്ച് സമയം. ഇനി അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.